തൃത്താല മണ്ഡലത്തിലെ ചാലുശ്ശേരിയിൽ നടന്ന ദേശീയ സരസ് മേളയിൽ വലിയ അഴിമതി നടന്നതായി സംശയിക്കുന്നുവെന്ന് പൊതുപ്രവർത്തകൻ ഹുസൈൻ തട്ടത്താഴത്ത്. വിവരാവകാശ രേഖയിലെ കണക്കുകളാണ് സംശയങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഹുസൈൻ തട്ടത്താഴത്ത് പറഞ്ഞു. ചെലവായ പൈസ വിവരാവകാശ പ്രകാരം കിട്ടിയതാണ്. 4,18,63,444 രൂപയാണ് സരസ് മേളക്ക് ഔദ്യോഗികമായി വന്ന ചെലവ്. വരവോ 3,87,76,450 രൂപ. അപ്പൊ എങ്ങനെ ഇത്ര അധികം ചെലവ് വന്നു എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 30 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയാണ് സരസ് മേള കൊണ്ട് കുടുംബശ്രീക്ക് ഉണ്ടായതെന്നും ഹുസൈൻ പറഞ്ഞു. ആർഭാടപൂർവ്വം പരിപാടികൾ നടത്തിയപ്പോഴും രാപ്പകൽ അവിടെ ജോലി ചെയ്തവരെ പരിഗണിച്ചില്ല. കേവലം 700 രൂപ മാത്രമാണ് ശുചീകരണ തൊഴിലാളികൾക്ക് ദിവസവേതനമായി നൽകിയതെന്നും ഹുസൈൻ ആരോപിച്ചു. ഫ്ലെക്സ്, ബാനർ, പരസ്യങ്ങൾക്ക് മാത്രം ചെലവാക്കിയിട്ടുണ്ട് 45,16,705. അതിൽ തന്നെ 552 എണ്ണം ഫ്ലെക്സ് ആണ് വെച്ചത്. അതിന് ചെലവായതാണ് 14,60,250 രൂപ. 552 ഫ്ലെക്സ് ഇനി ഏത് തരത്തിൽ അടിച്ചു വെച്ചാലും, തുണി ഫ്ലെക്സ് അടിച്ചു വെച്ചാലും പരമാവധി 3 ലക്ഷം 3.5 ലക്ഷമാണ് ചെലവ് വരിക. അതിന്റെ മുകളിൽ മാത്രം ഇവിടെ കാണുന്നത് 14 ലക്ഷമാണ്. മൊമെന്റോ, പൊന്നാട, ഉപഹാരം ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് 3,61,791 രൂപ. എന്താ അറിയില്ല, ഈ പൊന്നാടയും ഉപഹാരവും അവിടുത്തെ നാട്ടിലെ ഒരു പുഴ സംരക്ഷണ പ്രവർത്തകൻ, അക്ഷരജാലകം എന്നൊരു ബുക്സിന്റെ ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകൻ എന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനത് എന്ത് ചെയ്യണമെന്നുള്ളത് അവസാനം പറയാം. അങ്ങനെ ആദരിക്കുവാൻ ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള വ്യക്തികളെ ആദരിക്കാൻ ചെലവ് വന്നത് 4,13,684. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള അത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭക്ഷണത്തിന് ചെലവായതാണ് ഏറ്റവും രസം. 43,11,490 രൂപ. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ ആറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.